ഹോളിൽ ഇന്ന് അവിടെ 6 റൂമുകൾ മാത്രമേ ഉള്ളൂ. ക്ലാസ് ഈ മുകളിലൊന്നുമില്ല. പണ്ട് സ്കൂളിൽ വിടുമ്പോൾ ഈ റോട്ടിൽ കൂടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല, അത്രയധികം കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പോയിരുന്നു. നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇന്ന് വളരെ കുറച്ച് പേര്. ഞങ്ങൾ അതിനെപ്പറ്റി പല ചർച്ചകൾ നടത്തിയപ്പോൾ വാഹന ഗതാഗതം എന്ന് വെച്ചപ്പോഴേക്ക് വരാനുള്ള വഴി സൗകര്യമില്ലെന്നായിരുന്നു. റിസൾട്ടിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും, എല്ലാ സാങ്കേതികമായ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ക്ലാസ്സുകളിലൊക്കെ ഹൈടെക് ക്ലാസ്സുകളാണ്. ബെഞ്ച് ഡെസ്ക് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ബെഞ്ച് ഡെസ്ക് ഒന്നും അല്ല ക്ലാസ്സിൽ കിട്ടുന്നത്. അത്ര എല്ലാ സൗകര്യങ്ങളായി പലരും സ്പോൺസർ ചെയ്ത് പലരും നല്ല രീതിയിൽ ക്ലാസ്സുകൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയോ ഒരു പോരായ്മ, അത് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കും. ഞങ്ങൾ പലതരത്തിൽ ചർച്ചകൾ നടത്തി പലതരത്തിൽ ഇടപെട്ട് ചെയ്തു നോക്കിയിട്ടുണ്ട്. എന്നിട്ടും എന്തേ എന്ന് പറയാനായിട്ട് കഴിയുന്നു. നമ്മളിൽ ഇവിടെ പഠിച്ചു പോയ ആൾക്കാരുണ്ട്, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ പലരും തയ്യാറാവുന്നില്ല. കാരണം അവരോട് പറയുമ്പോൾ പറയാം അതിനുള്ള സ്റ്റാൻഡേർഡ് ആവട്ടെ സ്കൂളിൽ നിന്ന്. എന്താ എനിക്കറിയില്ല, എന്തെങ്കിലും ആവട്ടെ, സ്കൂളിൽ നിന്നാവട്ടെ, നമ്മൾക്കും കൂടി അതിൽ പങ്കുചേരാം ആ പ്രവൃത്തിയിൽ. അപ്പോൾ ഇന്നത്തെ ഈ ലോകത്തിൽ ഓണമാണ് അല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 70 പേരെങ്കിലും ഉണ്ടാകുന്നതാണ്. ഒരു 50 പേരിലേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. പലർക്കും തിരക്കേണ്ടത് കുറേ കല്യാണങ്ങളും ഇതുകളൊക്കെ ഉള്ളതായിരിക്കും കാരണമെന്ന് വിശ്വസിക്കുന്നു. അന്ന് നമ്മൾ 64 പേരാണ് കിട്ടുന്നത് നമ്മൾ ഹോളിൽ വെച്ച് നടത്തിയപ്പോൾ. അതിനേക്കാൾ കുറയാണ് ചെയ്തത്. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഇനി കൂടുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരാം. പലരും സ്ഥലത്തില്ലാത്തവരെ നമുക്ക് കൊണ്ടുവരാനായിട്ട് അവരെ ചിലർ അറിഞ്ഞിട്ട് വരാൻ പറ്റാത്തവർ, പാടില്ലാത്തവർ, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പലർക്കും വരാൻ പറ്റിയിട്ടില്ല, അങ്ങനെയൊക്കെ ചിലരുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യം. അപ്പോൾ നമ്മൾക്ക് എല്ലാവരും പറഞ്ഞു ആരെങ്കിലും നമുക്ക് മാഷ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ മാഷ് ക്ഷണിക്കാനായിട്ട് ബെന്നിനെ ഇവരൊക്കെ ഏർപ്പെടുത്തിയത്. മാഷ് വരാമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പരസ്പരം ഗ്രൂപ്പിൽ നല്ല ചർച്ചകൾ, മാഷ് വരട്ടെ, മാഷിൻ്റെ ടീച്ചറും കാണണമെന്ന്. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ആശയം. മാഷിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ കാലം പിന്നെ ഞാൻ മാഷിനായിട്ട് കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടില്ല. അതിനുശേഷം 1991 സാക്ഷരതാ പ്രവർത്തനത്തിലാണ് മാഷ് ഞാൻ കൂടി വീണ്ടും കാണുന്നത്. അന്നൊക്കെ ഞാൻ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയാനായിട്ടുള്ളൊരു പേടി, കയ്യും കാലം മറിച്ച് ഞാൻ തളർന്ന് വീഴും, മൈക്കങ്ങ് കൈ തന്നാണ്. എന്നെ ഇന്നത്തെ ഇതിൻ്റെ മുമ്പിൽ നിന്ന് പറയാനുള്ള കരുത്ത് ഉണ്ടാക്കുന്നത് എൻ്റെ മാഷ് തന്നെയാണ്. എന്നെ പല വേദികളിൽ കൊണ്ട് പിടിച്ച് നിർബന്ധിച്ച് നിർത്തി. അത് എത്ര വേദിയിൽ പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം എന്നെ മുമ്പിലോട്ട് കൊണ്ടുവന്ന മാഷ്, അതായത് ഇപ്പോഴും ആ വിളിയുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിളിയുണ്ട്, വിഷയ എന്നുള്ളൊരു വിളി. ആ ശബ്ദത്തിനൊരു പ്രത്യേക മാഷ് ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട്, മാഷ വിളി കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കും. അത്ര ആത്മബന്ധമുണ്ട് നമുക്ക് എല്ലാവർക്കും. നിങ്ങൾക്കും ഉണ്ടാവും ഇതുപോലെ അനുഭവങ്ങൾ. അപ്പോൾ കുറേ കാലം ഒരു 2-3 വർഷം ശാസ്ത്ര പ്രവർത്തനം, ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെയൊക്കെ വേദികളിൽ എത്തിക്കാനും അതിൻ്റെ പ്രവർത്തനത്തിലും എന്നെ ഒരു നല്ലൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് മാറ്റാൻ ആ സാറിന് അത്രയ്ക്കധികം കടപ്പെട്ടിരിക്കുന്നു ഞാൻ. അതുപോലെ തന്നെ ഇനി അരുൺ നമ്മുടെ സ്കൂളിന് വേണ്ടി ഏത് നേരവും ഇപ്പം മുടക്കമുള്ള ദിവസങ്ങളൊക്കെ അരുണ് കൂടിയാണ്. എനിക്കതുപോലെ പ്രവർത്തിക്കാനായിട്ട് കഴിയാതെ 5 ക്ലാസ്സും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വരാനും പറ്റാറില്ലെങ്കിലും ഞങ്ങൾ കൂടുമ്പോൾ ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അത്രയ്ക്ക് ഇതുള്ളൊരു സെക്രട്ടറി നമുക്ക്